ഏവർക്കും നമസ്കാരം. നമ്മൾ ഇന്നൊരു പുതിയ വീഡിയോയിലേക്കാണ് കിടക്കാൻ പോകുന്നത്. എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ വൈകിട്ടത്തെ ചോറിനൊരു കറി ഒരു ചമ്മന്തിയാണ് ഉണ്ടാക്കുന്നത്. ഈ ചമ്മന്തി എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ പണ്ട് മുതലേ ഇപ്പോഴാരും അങ്ങനെ ഇടാറില്ല. പണ്ടൊക്കെ നമ്മുടെ വീടുകളിലെല്ലാം മാങ്ങയുള്ള സമയത്ത് അന്ന് ഏതെങ്കിലും എല്ലാ വീടുകളിലും ഒരു നാട്ടുമാവെങ്കിലും കാണും. അതുപോലെ തന്നെ സാധാരണക്കാരന്റെ വീട്ടിലെല്ലാം കല്ലമ്പരണിയുണ്ട്. ഈ മാങ്ങ പറിച്ചിട്ട് മാങ്ങ ചെനച്ച് വരും. ഇവിടൊക്കെ പറഞ്ഞ ചെനച്ചെന്നാ, തെക്കോട്ടൊക്കെ പറഞ്ഞ മാങ്ങ മൂത്ത് വിളഞ്ഞെന്നാ പറയുന്നത്. അപ്പൊ ഒരുമാതിരി വിളഞ്ഞ പാകമാകുമ്പോ ഒരുപാട് വിളഞ്ഞു പോവരുത്. ഒരു പാകത്തിന് വരുമ്പോൾ ഈ നാട്ടുമാങ്ങ ഒടിച്ചിട്ട് താഴെ ഇടുമില്ല. താഴെ ഇട്ടാൽ അത് കേടാവും, ചതയും. അപ്പൊ അതിങ്ങനെ ഒരു സൈസ് ചാക്ക് പോലെ തോടിയുടെ അറ്റത്തൊരു കൂട വെച്ച് കെട്ടും. അതിന് കൂട കൊണ്ട് കയറി മാങ്ങ പറിച്ചെടുക്കും. അപ്പൊ ഈ കൂട നിറയുമ്പോഴേ ആ മാങ്ങ താഴെ ഇറക്കും, വീണ്ടും കൂടക്കകത്ത് പറിക്കും. അങ്ങനെ താഴെ വീഴാതാണ് ഈ നാട്ടുമാങ്ങ പറിച്ചെടുക്കുന്നത്. അപ്പൊ നാട്ടുമാവും ഇല്ല, നാട്ടുമാങ്ങയും ഇല്ല, ഒന്നുമില്ല. നമ്മുടെ കൃഷ്ണാമ്പലത്തിൽ നാട്ടുമാവില്ല, അതൊക്കെ വെട്ടിക്കളഞ്ഞു. അപ്പൊ ഈ മാങ്ങ ഇങ്ങനെ പറിച്ചിട്ടുണ്ടല്ലോ, ഇതിന്റെ ചെനയെല്ലാം ഒടിച്ചു കളഞ്ഞിട്ട് വെള്ളത്തിലിട്ട് നന്നായിട്ട് ഈ മാങ്ങ കഴുകും. കഴിഞ്ഞിട്ട് വലിയ വല്ലംകൊട്ട, ഒന്നും രണ്ടും ഒന്നും അല്ല, 100 മാങ്ങയൊക്കെ ഇടും. വലിയ വല്ലംകൊട്ടയ്ക്കകത്ത് വാരി വെക്കും ഈ മാങ്ങ. എന്നിട്ട് വെള്ളം തോർന്ന് കഴിയുമ്പോൾ നന്നായിട്ട് വെള്ളം തോർന്ന് കഴിയുമ്പോൾ ഈ മാങ്ങ വലിയ കല്ലമ്പരണിയാണ്. ഇത് ഇത്ര ഉള്ള കല്ലമ്പരണിയൊക്കെ ഉണ്ട്. അതിന്റെ അടപ്പ് ചെറുതായി കല്ലമ്പരണിയുടെ. അപ്പൊ ഈ കല്ലമ്പരണി നിറച്ച് മാങ്ങായും ഉപ്പും കാന്താരിമുളകും വെള്ളവും കൂടെ ഒഴിക്കും. ഒഴിച്ചിട്ട് നിറച്ച് വെച്ചിട്ട് മൂടിക്കെട്ടി നല്ല ഭദ്രമായിട്ട് വെക്കും. ആദ്യം ഈ അടപ്പും കൂടെ വെച്ചിട്ട് നല്ല പോലെ ഇത് മൂടിക്കെട്ടി അങ്ങ് വെച്ചിട്ട് ഒരു മാങ്ങയൊക്കെ തീർന്നു കഴിയുമ്പോൾ ഒരു കർക്കിടക മാസം ചിങ്ങമാസം ആവുമ്പോഴേ മാങ്ങ എടുക്കുന്നത്. അപ്പൊ നല്ല കരിമ്പ് പോലിരിക്കും ഈ മാങ്ങ, നല്ല എരിവും കൊതിപ്പിക്കില്ല. നമ്മളിവിടെ ഇട്ടിട്ടുണ്ടല്ലേ ആ മാങ്ങ ഇങ്ങനെ എടുത്തിട്ടുള്ള കാര്യം പറയാലോ. പ്രത്യേകിച്ച് വേനൽ സമയത്തൊക്കെ ഇങ്ങനെ ആ മാങ്ങ ഓർമ്മ എടുത്തോണ്ട് വന്നിട്ട് പൂളിയിട്ട് ആ പല്ല് പുളിക്ക് പറയുമ്പോ പൂളിയിട്ട് അതിങ്ങനെ കഴിക്കാൻ എന്നാ രുചിയല്ലേ. കാന്താരിമുളക് ഇട്ടെങ്കിലേ രുചിയുള്ളൂ. കാന്താരിക്ക് ഭയങ്കര വിലയായി. മാങ്ങ ഇടുന്ന സമയത്തുണ്ടല്ലോ കാന്താരിക്ക് ഭയങ്കര വിലയാ. വില കൊടുത്ത ആൾക്കാർ വാങ്ങിച്ചിട്ടുണ്ടല്ലേ. ഈ മാങ്ങ കർക്കിടക മാസം ചിങ്ങമാസം ഒക്കെ ആവുമ്പോഴേ ഈ മാങ്ങയുടെ പൊതി അടിച്ചിട്ട് ആരെങ്കിലും ഒരാളെ എടുക്കുകയുള്ളൂ. എല്ലാരും ചെന്ന് ഈ മാങ്ങ എടുക്കത്തില്ല, അങ്ങനെ പുഴുവാകും അങ്ങനെ പലരും എടുക്കുമ്പോൾ. അപ്പൊ അതിന് വലിയ മരത്തവിയുണ്ട്. അന്നൊക്കെ മരത്തവിയാണ് കൂടുതൽ. അന്ന് ഈ അലൂമിനിയം ഈ മരത്തവി കൊണ്ട് ഒരാളത് കുളിച്ചൊക്കെ ഇത് എടുക്കുന്നത്. അല്ല ചുമ്മാ ഒന്നും ചെന്ന് എടുക്കൂല ഈ മാങ്ങ. അപ്പൊ ഇത് അടപ്പ് തുറന്നിട്ട് മാങ്ങ ഒരു പാത്രത്തിനകത്ത് കുറെ കോരി എടുക്കും. ഒരു 10-15 ആവശ്യമുള്ള മാങ്ങ ഇങ്ങനെ എടുക്കും. ഒരു 2-3 ദിവസത്തേക്കുള്ള മാങ്ങ എടുക്കും. മാങ്ങയും വെള്ളവും കൂടെ എടുത്തിട്ട് വീണ്ടും അതുപോലെ മൂടിക്കെട്ടി ഭദ്രമായിട്ട് വെക്കും. എന്നിട്ട് ലാംവൃശ്ച മാസം വരെ ഈ മാങ്ങ ഇരിക്കും. അന്നൊന്നും ഇത് നമുക്ക് പാണ്ടിമാങ്ങ ഇന്ന് മാങ്ങയ്ക്ക് ഒരു ബുദ്ധിമുട്ടില്ല. എപ്പോഴും 361 ദിവസം മാങ്ങയുണ്ട്. പക്ഷെ വേറൊരു കാര്യമുണ്ട്, ആ മാങ്ങയുടെ രുചി അല്ല ഈ ഇട്ട് വെക്കുന്ന ഉപ്പുമാങ്ങയുടെ രുചി. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളിത് ഇന്ന് നമ്മളുടെ കുറച്ച് ഉപ്പുമാങ്ങ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ കുറച്ച് ഉപ്പുമാങ്ങ ഒരു പാത്രത്തിലേക്ക് എടുത്തു വെച്ചതാണ് ഈ ഇരിക്കുന്നത്. അപ്പൊ ഇതും കൊണ്ട് അമ്മ പറയുന്ന പല സാധനങ്ങളും ഉണ്ടാക്കും. കറി ഉണ്ടാക്കും അല്ലേ? ചാറുകറി ഒക്കെ ഉണ്ടാക്കുന്നു. പക്ഷെ നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്ന ചാറുകറിയാണോ? നമ്മൾ ചമ്മന്തി. ഇതാണ്. അപ്പൊ ഈ മാങ്ങ ഇട്ട് ചക്കക്കുരു ഈ മാങ്ങയും കൂടെ വെക്കും, കറി വെക്കും. അങ്ങനെ ഈ മാങ്ങ ഇടുമ്പോ ഒരു പ്രത്യേക രുചിയാണ് ഈ മാങ്ങയ്ക്ക്, ആ കറിക്കും. ആ ഉപ്പുമാങ്ങയുടെ ഈ വെള്ളം തന്നെ ഒഴിച്ചിട്ട് കറി വെക്കും. അപ്പൊ അങ്ങനെ ഈ ഉപ്പുമാങ്ങ കൊണ്ട് പല കറികളുണ്ടാക്കും അന്നൊക്കെ. അതിന് നല്ല രുചിയാണ്. ഇപ്പൊ നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ചമ്മന്തിയാണ് അരയ്ക്കുന്നത്. ചമ്മന്തിക്ക് ഇതേ കുറച്ച് തേങ്ങ, ഇത്ര തേങ്ങ നമ്മൾ എടുത്തിട്ടുണ്ട്. 2-3 അരമുറി തേങ്ങ കുറച്ച് മതി, ഒരു നേരത്തേക്ക് മതിയല്ലേ. അപ്പൊ നമ്മൾ 2-3 ചുവന്നുള്ളിയാണ് കീറി വെച്ചിട്ടുണ്ട്. വലിയ ചുവന്നുള്ളിയാണ് നമ്മൾ കഴുകി കീറി വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് കാന്താരിമുളക്. ഇതിന് ഏറ്റവും നല്ലത് കാന്താരിമുളക്. വെള്ളത്തിലും കാന്താരി ഇട്ട് വെക്കണം. ആ വെള്ളമൊക്കെ ഞങ്ങൾ ചെറുപ്പം ചൂടിയോറുണ്ണ നല്ല രുചിയാണ് ഉപ്പുമാങ്ങയുടെ. ഉപ്പുമാങ്ങ പയ്യൊന്ന് ഇടിച്ചിട്ട് ഈ കാന്താരി കൂടെ വെച്ച് ഇടിച്ചിട്ട് ചമ്മന്തി ഉണ്ടാക്കാം. അപ്പൊ നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്ന കാന്താരിമുളകാണ് വെച്ചത്. ഇത്രയും കാന്താരി ഞാൻ പറിച്ചെടുത്തിട്ടുണ്ട്. ഇത്രയും കാന്താരി എടുത്തിട്ടുണ്ട്. അപ്പൊ ഈ തേങ്ങ ഉള്ളിയാണ്. അപ്പൊ നമുക്ക് ഒരു മാങ്ങയും കൂടെ എടുക്കാം. ആ മാങ്ങ എടുക്കുമ്പോഴാണ് നമ്മുടെ വായിലേക്ക് കപ്പൽ ഓർന്ന പോലത്തെ വെള്ളം അല്ലേ. എല്ലാവർക്കും ഇഷ്ടമാണ് ഈ സാധനം, ഈ ഉപ്പുമാങ്ങ ഇറക്കുമ്പോ തന്നെ ഒരു മണമാണ്. ഇത് തന്നെ നമ്മൾ ഒരു മാങ്ങ എടുക്കുന്നുള്ളൂ. കാണിക്കട്ടെ. ഇതാണ് കേട്ടോ നമ്മുടെ ഉപ്പുമാങ്ങ. നാട്ടുമാവിന്റെ ഉപ്പുമാങ്ങയാണ് കേട്ടോ. സൂപ്പർ മണാണ് ഇതിന്. അടുത്ത ദിവസം നമുക്ക് വേറെ കറികൾ വെക്കാം. വേറെ ഇതും കൊണ്ട് തന്നെ ഉപ്പുമാങ്ങ ഉണ്ട് അല്ലേ. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള കറികളൊക്കെ ഇഷ്ടം, ഈ ഒരു ഡ്രോപ്പ് വെള്ളം കുടിച്ചാൽ മതി കേട്ടോ. ഭയങ്കര ടേസ്റ്റ് ആണ്. കൊള്ളാം.
അപ്പൊ നമുക്ക് ഈ മാങ്ങയൊന്ന് പൂള. അപ്പൊ നമ്മള് മാങ്ങ പൂളിട്ടുണ്ട് അല്ലേ? എന്റെ വായിക്കൂടെ വെള്ളം വരുന്നു, പല്ലും പിടിച്ചു കേട്ടോ. പണ്ട് ഇങ്ങനെയൊക്കെയായിരുന്നു കറികളെല്ലാം. പിന്നെ അന്നൊക്കെ ഉപ്പുമാങ്ങ കറി. പക്ഷെ ഇപ്പൊ നമുക്ക് മാങ്ങ വേണമെങ്കിൽ മാർക്കറ്റിലേക്ക് പോയാൽ മതി, എല്ലാ കാലത്തും എപ്പോഴും മാങ്ങയുണ്ട്. പക്ഷെ കപ്പ, പണ്ട് കപ്പ എങ്ങനെയല്ലായിരുന്നു? കപ്പ എങ്ങനെയായിരുന്നു? പണ്ട് ചില സമയത്ത് കപ്പ ഇല്ലാത്ത കാലമുണ്ട് അല്ലേ? ഇപ്പൊ പക്ഷെ എന്നും കപ്പ. എനിക്ക് പല്ല് പുളിക്കുന്നു. ഈ വിജയനഗര മാസം കപ്പ കിട്ടത്തില്ല. മതി മതി, മാങ്ങാണ്ടിൽ ചെത്തി എനിക്ക് പല്ല് പുളിക്കും. എങ്ങനെയുണ്ടപ്പ? അടിപൊളി രുചിയാ. കടിച്ച് നോക്കട്ടെ. കളയുണ്ടാകട്ടോ. സൂപ്പർ. അപ്പൊ നമ്മൾ ഇത്രയും സാധനം വെച്ചാൽ നമ്മുടെ മാങ്ങാണ്ടി ഇതിനകത്ത് തിന്നാനുണ്ട് കേട്ടോ. കടിച്ചു തിന്നാനുണ്ട്. അപ്പൊ നമുക്ക് ഈ കാന്താരയുടെ ഞെട്ടൊന്ന് പറിച്ചു കളഞ്ഞിട്ട്, എല്ലാ കറിക്കും കാന്താരയുടെ ഞെട്ട് വെക്കില്ല. കപ്പയ്ക്കും ചക്കയ്ക്കും ഒക്കെ ഞെട്ടോട് കൂടി അരയ്ക്കണം കാന്താരി, അങ്ങനെയാണ് രുചി. പക്ഷെ ചമ്മന്തി അരയ്ക്കാനൊക്കെ നമ്മൾ ഇതിന്റെ ഞെട്ട് പറിച്ചു കളയണം. പറഞ്ഞിട്ടെന്റെ വായി വെള്ളമായിട്ടോ. മാങ്ങ പുളി ഞാനിവിടെ മാങ്ങ തിന്നണ കണ്ടിട്ട് അമ്മയ്ക്ക് പറയാൻ പറ്റുന്നില്ല, വെള്ളം അല്ലേ? പണ്ടൊക്കെ ഈ പണിക്കാര് വിജയനഗര മാസം ജോലി കണ്ടെത്തി പണിക്കാരൊക്കെ ഉണ്ട്. അന്നേരം അവർക്കെല്ലാം ഈ ഉപ്പുമാങ്ങയുടെ കറിയും ഉപ്പുമാങ്ങ ചമ്മന്തിയാണ്. രാവിലെ കപ്പ വേവിച്ചതും കഞ്ഞിയും ഉപ്പുമാങ്ങ ചമ്മന്തിയാണ് അവർക്ക് കൊടുക്കുന്നത്. ഉച്ചയ്ക്ക് അതുപോലെ ഉപ്പുമാങ്ങയുടെ വേറൊരു കാര്യമുണ്ട്. ഇപ്പൊ പണിയാൻ പോണവർക്ക് ഉപ്പുമാങ്ങ ചമ്മന്തി ഉണ്ടെങ്കിൽ അവർ ഓടിക്കും. ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഇപ്പൊ നല്ല മീനും ഇറച്ചിയൊക്കെ വേണം പണിക്ക് അല്ലേ? പിന്നെ വേറെ കാര്യം, നമ്മുടെ നാട്ടിലാരും പണിയാൻ ഇല്ലെന്നുള്ളതൊരു ഭാഗ്യം. ബംഗാളികളായതുകൊണ്ട് അവര് പിന്നെ ചോറും കൊണ്ട് വന്നോളൂ, പിന്നെ അവർക്കൊന്നും കൊടുക്കണ്ട. അത് തന്നെ. പക്ഷെ അന്നൊക്കെ ഈ ഉപ്പുമാങ്ങയുടെ വെള്ളവും ഉപ്പുമാങ്ങയുടെ പൂളി ഇട്ടിട്ട് നല്ലൊരു കറി വെച്ച് കടുവും പൊട്ടിച്ചാറുണ്ടല്ലോ, അത് മാത്രം മതി ചോറുണ്ണാനൊക്കെ. നമുക്ക് അങ്ങനെ അരയ്ക്കാം, നമുക്ക് ചമ്മന്തി അരയ്ക്കാം. നമ്മുടെ എല്ലാ സാധനങ്ങളും നമ്മൾ അങ്ങനെ റെഡി ആയിട്ട്. ഉപ്പ് മാത്രം എടുത്തിട്ടില്ല കേട്ടോ. ഉപ്പ് വേണ്ട അല്ലേ? വേണ്ട, അരച്ചു നോക്കിയിട്ട് ഉപ്പ് കുറവുണ്ടെങ്കിൽ നമ്മൾ ചമ്മന്തി കൂട്ടും. അത് ശരിയാണ്. ആദ്യം കാന്താരി അല്ലേ? അപ്പൊ നമ്മുടെ അടിപൊളി ചമ്മന്തി അങ്ങനെ സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അത്ര അറിഞ്ഞാ മതി കാന്താരി. വലിയ കാര്യമായിട്ട് കണ്ടോ, ഭയങ്കരമായിട്ട് പേസ്റ്റ് പോലെ ഒന്നും അരച്ചിട്ടില്ല. പിന്നെ തേങ്ങയാണോ അരക്കണേ? ഉള്ളി പിന്നെ മാങ്ങ അരച്ചിട്ടാ ഉള്ളി അരക്കണം. ആണോ? ഓ, ചമ്മന്തിക്ക് ഓരോ രീതി ഉണ്ടാക്കുന്നത്. ക്രമമുണ്ട് കേട്ടോ, മിക്സിയിലാണ് കൃത്യമായ ക്രമത്തിലാണ് അരയ്ക്കുന്നത്. മിക്സിയിലാണ് നമ്മൾ ഒന്നിച്ചങ്ങ് വാരിയിട്ട് അരയ്ക്കുക. പക്ഷെ ആ ചമ്മന്തിക്കൊന്നും രുചിയില്ല കേട്ടോ. മിക്സിയിൽ അരക്കണം അതിനല്ലേ? നമ്മൾ കല്ലേ തന്നെ ചമ്മന്തി അത് ഓരോന്നും അരക്കണ ഒരു പരിവില്ല, അതുകൊണ്ടായിരിക്കും അല്ലേ? നമ്മുടെ തേങ്ങ അരച്ചിട്ട് നമുക്ക് അടുത്തായിട്ട് മാങ്ങ ഇടാം. നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയന്റ് അല്ലേ? അപ്പൊ മാങ്ങ ചതച്ചു കൊടുത്താൽ മതി അല്ലേ? ഇനി അടുത്ത നമുക്ക് ചുമന്നുള്ളിയും കൂടെ അരയ്ക്കാം. എന്നിട്ട് വേണം നമുക്ക് ഉപ്പ് നോക്കാനും. മിക്സ് ചെയ്ത് വേണം ഉപ്പ് നോക്കാൻ അല്ലേ? പിന്നെ അല്ലെങ്കിൽ ഉപ്പ് കഴിച്ചു പോകും. ഈ മാങ്ങ എല്ലാം തേങ്ങയൊക്കെ ഈ ഒരു പരുവത്തിലാണ്. ഈ മാങ്ങയ്ക്ക് ഭയങ്കരമായിട്ട് ഉപ്പിടും, ഇല്ലെങ്കിൽ മാങ്ങ അഴുത്തു പോകും. കഴിഞ്ഞു അല്ലേ? മിക്സ് ചെയ്യും ഒന്നിച്ചല്ലേ? നമുക്കൊന്ന് കൂട്ടി യോജിച്ച് നോക്കിയിട്ട് ഇളക്കി എല്ലാം കൂടെ മിക്സ് ചെയ്യും. കല്ലിട്ട് നമുക്ക് ഇല്ലെങ്കിൽ എല്ലാം കൂടെ എടുത്തിട്ട് വീണ്ടും ഒന്നും കൂടി ഒന്ന് ഇതാക്കിയില്ല അമ്മ. അതാണ് ഈ അരകല്ലേൽ അരക്കുന്നതിന്റെ ഗുണം. അപ്പൊ നമ്മൾ ഇന്ന് ഈ ചമ്മന്തി കൊറേ ചമ്മന്തികൾ ഉണ്ടല്ലോ അമ്മ, ഞാനൊന്ന് നോക്കട്ടെ. ഇതിങ്ങനെ ഈ ചമ്മന്തി ഇങ്ങനെ അരയ്ക്കുമ്പോ ഇങ്ങനെ എടുത്ത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആട്ടോ. കല്ലേന്ന് ഒരു തരി ഉപ്പ് വേണം. അപ്പൊ നമുക്കൊരു ശകല ഉപ്പിന്റെ കുറവുണ്ട് കേട്ടോ, അത്രയും ഉപ്പ് മതി. അത് നമ്മളെല്ലാം ഇങ്ങനെ കഴിച്ചിട്ട് നമ്മളിങ്ങനെ കല്ലിൽ നിന്ന് വാരി വാരി കഴിച്ചു നോക്കണം, അപ്പോഴാണ് നമുക്ക് ഉപ്പ് മനസ്സിലാവുള്ളൂ. അങ്ങനെ വാരി വാരി കഴിക്കുമ്പോ എടുക്കാൻ ചമ്മന്തി വിളമ്പാൻ കാണുമല്ലോ കേട്ടോ. എനിക്ക് എല്ലാ ചമ്മന്തിയും കല്ലിൽ അരയ്ക്കുമ്പോൾ ഞാനിങ്ങനെ കല്ലിൽ നിന്ന് കുറച്ചെടുത്ത് കഴിക്കാറ്. പക്ഷെ ഭയങ്കര രുചിയായി കല്ല ചമ്മന്തി അരച്ചാ. കല്ലിൽ അരയ്ക്കും, മിക്സിയിൽ അരയ്ക്കുമ്പോൾ ഒരുമാതിരി പൊടി പോലെ ഇരിക്കും അല്ലേ? ഈ ഒരു ടെസ്റ്ററിലല്ല നമുക്ക് കിട്ടുന്നത്, മിക്സിയിൽ. അമ്മ ഉരുട്ടിയെടുക്കും കല്ലില്? പിന്നെ ഞാൻ ഉരുട്ടിയെടുക്കും. തേങ്ങ അരച്ചാലും ഞാൻ മോരുകറിക്കും ഒക്കെ അരച്ചാലും ഉരുട്ടിയെടുക്കും. എല്ലാരും ഉരുട്ടൂല്ലേ അങ്ങനെ? അതെ, കല്ലിൽ നമ്മൾ ഇനി ചമ്മന്തി ഉരുട്ടിയെടുക്കാൻ പോവാണേ. ആ ഉരുട്ടുമ്പോ ബാക്കി അതിന്റെ അകത്ത് പറ്റിയേക്കണൊക്കെ അവിടെ ഇവിടെയുള്ള എല്ലാം അതിലേക്ക് വരും അല്ലേ? അതെ, കാണിച്ചമ്മേ.
വാവ്, അങ്ങനെ ഒരു ഉണ്ട ചമ്മന്തി നമ്മൾ അങ്ങനെ നമുക്ക് മിക്സിയിൽ അരച്ചാൽ ഒരിക്കലും ഇങ്ങനെ നമുക്ക് കിട്ടത്തില്ല. പൊടി 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 പോലെ ഇരിക്കും അല്ലേ? ഇത് കണ്ടോ നമ്മുടെ ചമ്മന്തി, ഉപ്പുമാങ്ങ ചമ്മന്തി നല്ല റെഡി. കാണിച്ച ഒന്ന് കൈ പിടിച്ച് അനക്കാതെ. ആ വാവ്, സൂപ്പർ. കാണിച്ച നോക്കട്ടെ, ഇച്ചിരി ഉപ്പുണ്ടോ ഞാൻ നോക്കട്ടെ. ഉപ്പുണ്ട്. ആ ഉപ്പുകൂടെ വന്നപ്പോഴാണ് കറക്റ്റ് സെറ്റപ്പ് ആയത്. അപ്പൊ തൈര് കൂട്ടി കഴിക്കാവുന്ന ചോദിച്ചിന്റെ കൂടെ. ഇതും തൈര് നല്ലതല്ലേ? കാരണം തേങ്ങാ ചമ്മന്തി തന്നെ തൈര് കൂട്ടി എനിക്ക് കഴിക്കാനായിട്ട് ഇഷ്ടമാണ്. അപ്പൊ അങ്ങനെ നമ്മുടെ ചമ്മന്തി അങ്ങനെ ഒരു ഉരുളയായിട്ട് ഞാൻ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. നമ്മൾ കല്ലേൽ അരയ്ക്കുന്നതിന്റെ ഗുണം ഇതാണ്, നമ്മുടെ ചമ്മന്തിയൊക്കെ നമ്മളിങ്ങനെ ഉരുട്ടിയെടുക്കുമ്പോൾ ഒരു പ്രത്യേക രുചിയാണ് നമ്മുടെ ആ ചമ്മന്തിക്ക്. അപ്പൊ നിങ്ങൾക്ക് എന്റെ ഉപ്പുമാങ്ങ ചമ്മന്തി ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഇഷ്ടപ്പെട്ടാണെങ്കിൽ നിങ്ങൾ ലൈക്കും കമന്റും മറക്കരുത്. അതുപോലെ നിങ്ങൾ ഉപ്പുമാങ്ങ കിട്ടും, ഇപ്പൊ കടകളിലൊക്കെ കിട്ടും കേട്ടോ, വലിയ കടകളിലൊക്കെ ഉപ്പുമാങ്ങയൊക്കെ വിൽക്കാൻ കിട്ടുന്നുണ്ട്. അപ്പൊ അവിടുന്ന് വാങ്ങിച്ചിട്ട് നിങ്ങൾ കാന്താരിയൊക്കെ, കാന്താരിയുടെ സീസണാണ് ഇപ്പൊ. നമുക്ക് അടുത്ത ദിവസം കറി കാണിച്ചു തരാം, കറി വെക്കാം. അപ്പൊ ഇപ്പൊ കാന്താരിയുടെ നല്ലൊരു സമയമാണ്. കാന്താരി മുളകുണ്ട്, അതും വെച്ച് നിങ്ങൾ ചമ്മന്തി അരയ്ക്കണം. അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോ വരുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ നന്ദി, നമസ്കാരം.